ഈ സ്റ്റൈൽ ഓഫ് ക്യാമ്പയിനിങ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഞാൻ ഭരണകൂടത്തിൻ്റെ ഇരയായിരുന്നു എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഫലം കണ്ടില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിനൊരു വെയിറ്റേജ് കിട്ടാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. BJPയുടെ മൈക്രോ ലെവൽ മാനേജ്മെൻറ്റ് അവിടെയുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ആളുകളെ മത്സരിപ്പിക്കാൻ എടുക്കുന്നു, BJPയിൽ നിന്ന് ആളുകളെ മത്സരിപ്പിക്കാൻ എടുക്കുന്നു, AP യിൽ നിന്ന് ഇപ്പോൾ 8 MLA മാർ രാജിവെച്ച് BJPയിൽ ചേരാൻ പോകുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പൊതുവിൽ ഈ 10-12 കൊല്ലം മുമ്പ് ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തിന് മുഴുവൻ ബദലാണ് എന്ന തോന്നലുണ്ടാക്കിക്കൊണ്ട് വന്ന AAP ഇത് മറ്റു പാർട്ടികളെ പോലെയാണ് എന്നുള്ളൊരു ഫീല് ആളുകൾക്കിടയിൽ കൊടുക്കുന്നുണ്ടോ? അത് ഒരു നെഗറ്റീവ് സംഗതിയായിട്ട് വരുമോ? അല്ല, അതിന്റെ നെഗറ്റിവിറ്റി ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ സമയത്തുണ്ടായിരുന്ന പ്രോമിസസിന് അനുസൃതമായിട്ടുള്ള രാഷ്ട്രീയമല്ല ആം ആദ്മി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ഒരു പൊതുബോധ്യമുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ആം ആദ്മി പാർട്ടി ഒരു ഐഡിയലിസ്റ്റിക് പാർട്ടിയാണെന്ന് വിചാരിച്ച് ഒന്നിച്ചു വന്നിട്ടുള്ള അതിനോട് ആകൃഷ്ടരായിട്ടുള്ള മധ്യവർഗത്തിന്റെ അടുത്താണ് ആ ഡിസൊല്യൂഷൻമെന്റ് കൂടുതലുള്ളത്. പക്ഷേ ഇതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേമ പ്രവർത്തനമാണ് ഈ പറഞ്ഞ ഏറ്റവും ഗ്രാസ് റൂട്ട്സിലുള്ള ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ മൊഹല്ല ക്ലിനിക്കുകളിൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, മൊഹല്ല ക്ലിനിക്കുകളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് കിട്ടിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത്. പക്ഷേ ഈ മൊഹല്ല ക്ലിനിക്കിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആൾക്കാർ അവർ പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സംവിധാനം ഇല്ല എന്നാണ്. അതായത് അവർക്ക് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ പൈസ കൊടുത്ത് നടത്തേണ്ട ചികിത്സകൾ ഒരു പൈസയും ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ടെസ്റ്റുകൾ നടത്താൻ പറ്റുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ ഈ ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പൊ ഇതാണ് ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു, തീർച്ചയായിട്ടും ഈ ആം ആദ്മി പാർട്ടി എന്തുതരം രാഷ്ട്രീയമാണോ തുടക്കത്തിൽ അവര് അതിൽ നിന്ന് വളരെയധികം പിറകോട്ട് പോയി കഴിഞ്ഞു. അത് യാതൊരു സംശയമില്ല. അത് വേറെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെയും ആയി കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം കുറച്ച് മുൻ ബ്യൂറോക്രാറ്റുകളുമായിരുന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. പക്ഷെ ഇൻഫോർമൽ ചർച്ച ഭയങ്കര രസകരമായ സംഭവം എന്ന് വെച്ചാൽ, ഈ അഴിമതിയുടെ തോത് എന്താണ്? ആം ആദ്മി പാർട്ടി പിന്നെ അഴിമതിക്ക് വിരുദ്ധ സമരമായിട്ട് വന്നു, പക്ഷെ അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ്. ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയായിരുന്നു ഇന്നലെ ഞാൻ കണ്ടിട്ടുള്ള 5-6 ബ്യൂറോക്രാറ്റുകളുടെയും മുൻ ബ്യൂറോക്രാറ്റുകളുടെയും അഭിപ്രായം. പക്ഷെ അവരെല്ലാവരും അടിവരയിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രശസ്തമായ ഡൽഹിയിലെ വളരെ പ്രശസ്തമായ ഒരു ക്ലബിൽ ഇരുന്നാണ് ഈ സംഭാഷണം നടക്കുന്നത്. അപ്പം ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ കുറച്ച് ശബ്ദമൊക്കെ ആൾക്കാരുടെ ഉയരുന്നുണ്ട്. അപ്പൊ അവരെ കൂട്ടത്തിൽ നിന്നൊരു കൺസെൻസസ് എന്താ വെച്ചാൽ, അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും 200 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെങ്കിൽ അമിത്ഷായും നരേന്ദ്രമോദിയും നടത്തിയിട്ടുള്ളത് 20,000 കോടിയുടെ അഴിമതിയാണ്. ആ തോതിന്റെ വ്യത്യാസമുണ്ട്. ആ തോതിന്റെ വ്യത്യാസം കാണാതിരിക്കാൻ പറ്റില്ല എന്നാണ് ആ ഒരു കൺസെൻസസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പൊതുമണ്ഡലത്തിലും ഇത്തരത്തിലുള്ള ഒരു താരതമ്യമാണ് നടക്കുന്നത്. തീർച്ചയായും ഭരണം നടത്തുമ്പോൾ, രാഷ്ട്രീയ പാർട്ടി നടത്തുമ്പോൾ ഈ ബ്യൂറോക്രാറ്റുകൾക്കാണ് അറിയാം എവിടെയാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. അപ്പൊ ബ്യൂറോക്രാറ്റുകളുടെ ഒരു പൊതുസമ്മതി എന്താ വെച്ചാൽ, ഇന്ത്യയിലെ എല്ലാ ഭരണകൂടങ്ങളും ഏത് സർക്കാരായാലും അവർക്ക് 2 കാര്യങ്ങളിൽ പൈസ ഉണ്ടാക്കാതെ പറ്റില്ല. ഒന്ന് മദ്യനയത്തിലും, ഒന്ന് ഭൂനയത്തിലും. ഭൂമി അലോക്കേറ്റ് ചെയ്യുന്നതിലും, പല കാര്യങ്ങൾക്ക് വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി അലോക്കേറ്റ് ചെയ്യുന്നതിലും, അതുപോലെ മദ്യനയത്തിലുമാണ് ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ പൈസയുടെ തോത് പരിശോധിക്കുമ്പോൾ പോലും ആം ആദ്മി പാർട്ടി അതിലൊരു മൈനർ അഴിമതി പ്ലെയറാണ് അഴിമതിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് ആ കൺസെഷൻ ജനങ്ങളും വകവെച്ച് കൊടുക്കും എന്നാണ് ഇന്നലെ ഉണ്ടായിരുന്നുള്ള ഒരു ധാരണ. എന്തായാലും സന്തോഷ് പറയുന്ന പോലെ അത് നമുക്ക് 8-ാം തീയതി നമുക്ക് അറിയുള്ളൂ എന്താണ് ഇതിന്റെ ഒരു സംഭവം. പക്ഷെ ഇതാണ് ഒരു പൊതുവിലുള്ള ഒരു ഇംപ്രഷൻ ഈ ഇലക്ഷൻ പിക്ചറിന്റെ ഇടയിൽ കാണുന്നത്.